ഹായ് മക്കളെ, വെൽക്കം ടു എജുപോട്ട്. എടാ, നമ്മൾ +2 കെമിസ്ട്രിയിൽ നിങ്ങളുടെ ഓണം എക്സാമിന് നിങ്ങൾ ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണമെന്നുള്ളതാണ് സാർ ഈ വീഡിയോയിൽ പറയുന്നത്. മക്കളെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് ഓണം എക്സാമിന് +2 കെമിസ്ട്രിയിൽ വാങ്ങാൻ പറ്റും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഓരോ ചാപ്റ്റർ വെച്ച് നിങ്ങൾ അതിൽ എന്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്നുള്ളതാണ് സാറ് പറയുന്നത്. നോക്കടാ മക്കളെ, സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങളോട് ആദ്യം ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ദ molarity of solution containing 5 gram of NaOH in 450 ml solution. നമുക്കറിയാം molarity M is equal to WB by MB into 1000 divided by VML ആണ്. അങ്ങനെയാണെങ്കിൽ WB എന്ന് പറഞ്ഞാൽ അതാരാ മക്കളെ? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്. എത്രയാ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്? 5 ഡിവൈഡഡ് ബൈ MB എന്ന് പറഞ്ഞാൽ അത് മോളാർ മാസ് ഓഫ് സൊല്യൂട്ടാ. NaOH അല്ലേ സൊല്യൂട്ട്. ആ NaOHൻ്റെ മോളാർ മാസ് എങ്ങനെ കാണുക? സോഡിയം 23, ഓക്സിജൻ 16, ഹൈഡ്രജൻ 1. അപ്പോൾ NaOHൻ്റെ മൊളാർ മാസ് 40 ആണ്. അപ്പോൾ 5/40 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോളിയം ഇൻ മില്ലി ലിറ്റർ 450 ml ആണ്. മക്കൾ, ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് നിങ്ങളുടെ ഓണം എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ മൊളാരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, മൊളാരിറ്റി. രണ്ടാമത്തെ ചോദ്യം ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് ഹെൻറീസ് ലോ. എന്താ ഹെൻറീസ് ലോ എന്ന് പറയുന്നത്? പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സോലിബിലിറ്റി എന്നുള്ളതാ. പ്രഷർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സോലിബിലിറ്റി ആണ് എന്നുള്ളതാണ് ഹെൻറീസ് ലോ പറയുന്നത്. മക്കളെ, അതിൻ്റെ 2 അപ്ലിക്കേഷൻ മെൻഷൻ എനി 2 ആപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോയുടെ ഏതെങ്കിലും 2 അപ്ലിക്കേഷൻ പറയാൻ പറഞ്ഞാൽ മക്കൾക്ക് 1 ബെൻഡ് പറയാം, 2 അനോക്സിയ. ബെൻഡ് അനോക്സിയ ആർക്കുണ്ടാവുന്ന കണ്ടീഷനാ? ബെൻഡ് സ്ക്യൂബ ഡൈവേഴ്സിന് ഉണ്ടാവുന്ന കണ്ടീഷനാ. ആർക്ക് വരുന്ന കണ്ടീഷനാ? അനോക്സിയ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ അല്ലെങ്കിൽ ഹിൽ ക്ലൈംബേഴ്സിനൊക്കെ വരുന്ന ഒരു കണ്ടീഷനാണ് അനോക്സിയ. ഇനി അക്വാട്ടിക് ഓർഗാനിസംസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ. വൈ? കോൾഡ് വാട്ടറിൽ അക്വാട്ടിക് ആനിമൽസ് നല്ല കംഫർട്ടബിൾ ആണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മക്കളെ, കോൾഡ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കുറവാണ്. ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് ഗ്യാസുകളൊക്കെ നന്നായിട്ട് ആ കോൾഡ് വാട്ടറിൽ ഡിസോൾവ് ആവും. അതായത് ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് ഓക്സിജൻ പോലുള്ള ഗ്യാസുകളുടെ സോലിബിലിറ്റി കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഫിഷിനൊക്കെ നന്നായിട്ട് എന്ത് കിട്ടും? ഓക്സിജൻ പോലുള്ള ഗ്യാസുകൾ കിട്ടും. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ടെമ്പറേച്ചർ കുറയുമ്പോൾ സോലിബിലിറ്റി കൂടും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞാൽ മക്കളോട് ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് റൗൾസ് ലോ. റൗൾസ് ലോ എന്താ പറയുന്നത്? പ്രഷർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കൈ. കൈ എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷനാണ്. ഒരു ഗ്യാസിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ എന്നാണ്. അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. PA ഈസ് ഈക്വൽ ടു P0A കൈ എ, PB ഈസ് ഈക്വൽ ടു P0B കൈ ബി. ഇതാണ് നിങ്ങളുടെ റൗൾസ് ലോൻ്റെ ഇക്വേഷൻ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ പ്രഷർ P ടോട്ടൽ കാണാം. ദാറ്റ് ഈസ് PA പ്ലസ് PB. ടോട്ടൽ പ്രഷർ P ടോട്ടൽ ഈസ് ഈക്വൽ ടു PA പ്ലസ് PB. അപ്പോൾ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കൈ മോൾ ഫ്രാക്ഷൻ ആണ് എന്ന് പറയുന്ന ആ ലോൻ്റെ പേരാണ് റൗൾസ് ലോ എന്ന് പറയുന്നത്. അതിൻ്റെ 3 ഇക്വേഷൻസും സാറ് പറഞ്ഞു. ഓക്കെ, അടുത്തത് ഐഡിയൽ സൊല്യൂഷൻ എന്താണ്? ഗീവ് എനി 1 എക്സാമ്പിൾ ഓഫ് ഐഡിയൽ സൊല്യൂഷൻ. എന്താ മക്കളെ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻസ് വിച്ച് ഒബേ റൗൾസ് ലോ. സൊല്യൂഷൻസ് വിച്ച് ഒബേ ഏത് ലോ? റൗൾസ് ലോ. റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനുകളെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയാം. അതിൻ്റെ എക്സാമ്പിൾ ചോദിച്ചാൽ നോർമൽ ഹെക്സെയിൻ ആൻഡ്
നോർമൽ ഹെപ്റ്റെയിൻ പറയാൻ പറ്റും. നോർമൽ ഹെക്സെയിൻ ആൻഡ് നോർമൽ ഹെപ്റ്റെയിൻ ഒക്കെ ഐഡിയൽ സൊല്യൂഷൻ്റെ എക്സാമ്പിളുകളാണ്. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആരാ? റൗൾസ് ലോ ഒബേ ചെയ്യുന്ന എല്ലാ സൊല്യൂഷൻസിനെയും നമ്മൾ എന്തെന്നാണ് വിളിക്കുക? ഐഡിയൽ സൊല്യൂഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി എന്താണ് അസിയോട്രോപ്പ്? അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ ദേ ആർ ബൈനറി മിക്സ്ചേഴ്സ്. അവർ ബൈനറി മിക്സ്ചേഴ്സ് ആണ്. ഹാവിങ്, നോക്കണേ, ഹാവിങ് സെയിം കോമ്പോസിഷൻ, ഹാവിങ് സെയിം കോമ്പോസിഷൻ in liquid and vapor phase, having same composition in liquid and vapor phase, and boils at constant temperature, and boils at constant temperature. അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ അവർ ബൈനറി മിക്സ്ചറാണ്. അവർ ലിക്വിഡ് ആയാലും വേപ്പർ ആയാലും ഒരേ കോമ്പോസിഷനാണ് ഉണ്ടാവുക. അത് മാത്രമല്ല മക്കളെ, അവർ ബോയിൽ ചെയ്യുക ഒരേ ടെമ്പറേച്ചറിലാണ്. ഒരു കാര്യം കൂടി പഠിച്ചോ, 2 ടൈപ്പ് അസിയോട്രോപ്പ് ഉണ്ട്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഏതൊക്കെയാ? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഉണ്ട്, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഉണ്ട്. എന്താ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ? റൗൾസ് ലോയിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരാണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. അപ്പോൾ ആരാ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്? റൗൾസ് ലോയിൽ നിന്ന് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആളാണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. അപ്പോൾ ആ 2 കാര്യങ്ങളും കൂടി അസിയോട്രോപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മക്കളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. എന്താ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് which is independent on, properties which is independent on, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, properties which depends only, അങ്ങനെ പറയാം, properties which depends only on number of solute. സൊല്യൂട്ടിൻ്റെ എണ്ണത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. സൊല്യൂട്ടിൻ്റെ നമ്പറിനെ, എണ്ണത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇനി ഏത് മെൻഷൻ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഏതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? ഒന്ന്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. രണ്ടാമത്തതാണ്, ഒന്ന് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, രണ്ടാമത്തതാണ് എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. രണ്ടാമത്തത് എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. മൂന്നാമത്തെ ആളാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. നാലാമത്തെ ആളാണ്, ലാസ്റ്റ് ആള്, ഓസ്മോട്ടിക് പ്രഷർ. നാലാമത്തെ ആള് ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണുള്ളത്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, 2 എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, 3 ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, 4 ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, ഇനി വിച്ച് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെൻറ്റ് ഈസ് ബെസ്റ്റ് മെത്തേഡ് ഫോർ ഡിറ്റർമൈനിങ് മോളിക്കുലാർ മാസ് ഓഫ് പ്രോട്ടീൻ? പ്രോട്ടീനിൻ്റെയൊക്കെ മോളിക്കുലാർ മാസ് മെഷർ ചെയ്യാനുള്ള ബെസ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതാന്ന് ചോദിച്ചാൽ അത് ഓസ്മോട്ടിക് പ്രഷറാണ്. പ്രോട്ടീനിൻ്റെ ഒക്കെ മോളിക്കുലാർ മാസ് മെഷർ ചെയ്യാനുള്ള ബെസ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആരാന്ന് ചോദിച്ചാൽ അത് ഓസ്മോട്ടിക് പ്രഷറാണ്. ഓക്കെ, ഇനി ഡിഫൈൻ ഓസ്മോട്ടിക് പ്രഷർ എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഓസ്മോട്ടിക് പ്രഷർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താ ഓസ്മോട്ടിക് പ്രഷർ? എടാ മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ഒരു ബീക്കർ ഇങ്ങനെ എടുത്തു, അതിന് 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്തു. സെപ്പറേറ്റ് ചെയ്യുന്നത്, 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് SPM വെച്ചാണ്. ആരാ SPM? സെമി പെർമിയബിൾ മെമ്പറൈൻ. ലെഫ്റ്റിൽ എടുക്കുന്നത് ഞാൻ പ്യുവർ സോൾവെൻറ്റ്, ലെഫ്റ്റ് സൈഡിൽ പ്യുവർ സോൾവെൻറ്റ്, റൈറ്റ് സൈഡിൽ സൊല്യൂഷൻ. ഇങ്ങനെ വെക്കുന്ന സമയത്ത് പ്യുവർ സോൾവെൻറ്റിൽ നിന്നും
സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് സൊല്യൂഷൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. പ്യുവർ സോൾവെൻറ്റിൽ നിന്നും സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് സൊല്യൂഷൻ്റെ സൈഡിലോട്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, ഈ ഫിനോമിനനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുക? ഓസ്മോസിസ് എന്ന് വിളിക്കുക. പ്യുവർ സോൾവെൻറ്റ് സൈഡിൽ നിന്നും സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് സൊല്യൂഷൻ സൈഡിലോട്ട് ഫ്ലോ ചെയ്യുന്ന ഫിനോമിനനെയാണ് മക്കൾ ഓസ്മോസിസ് എന്ന് വിളിക്കുക. ആ ഓസ്മോസിസ് സ്റ്റോപ്പാക്കാൻ ഞാൻ സൊല്യൂഷൻ്റെ അവിടെ ഒരു പ്രഷർ കൊടുക്കും. ഈ ഫ്ലോ ഉണ്ടല്ലോ, ഇത് സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ സൊല്യൂഷൻ്റെ അവിടെ ഒരു പ്രഷർ കൊടുക്കും ടു സ്റ്റോപ്പ് ഓസ്മോസിസ്. ഓസ്മോസിസ് നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ സൊല്യൂഷൻ്റെ അവിടെ ഒരു പ്രഷർ കൊടുക്കും. ആ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ, അല്ലെങ്കിൽ പൈ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, ഇനി എന്താണ് റിവേഴ്സ് ഓസ്മോസിസ് ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ? എന്താ റിവേഴ്സ് ഓസ്മോസിസ്? അടാ, റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ മക്കൾ ഓർത്ത് വെക്കണം, ഓസ്മോസിസിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓസ്മോസിസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റിവേഴ്സ് ഓസ്മോസിസ്. ഞാനിവിടെ നല്ലൊരു പ്രഷർ കൊടുത്തു. ഓസ്മോട്ടിക് പ്രഷർ കൊടുത്താൽ ഓസ്മോസിസ് സ്റ്റോപ്പ് ആവും. ഞാനിവിടെ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും വലിയ ഒരു പ്രഷർ കൊടുത്തു. സൊല്യൂഷൻ സൈഡിൽ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും വലിയൊരു പ്രഷർ കൊടുത്താൽ സൊല്യൂഷനിൽ നിന്നും സോൾവെൻറ്റിലേക്ക് പാർട്ടിക്കിൾസ് മൂവ് ആവും. നേരെ തിരിച്ച് സൊല്യൂഷനിൽ നിന്നും എങ്ങോട്ട് പാർട്ടിക്കിൾസ് മൂവ് ആവുക? സോൾവെൻറ്റിലേക്ക് പാർട്ടിക്കിൾസ് മൂവ് ആവും. നേരെ തിരിച്ച്, ഓസ്മോസിസിൻ്റെ നേരെ തിരിച്ചാണ് റിവേഴ്സ് ഓസ്മോസിസ്. അതിൻ്റെ ആപ്ലിക്കേഷൻ എഴുതാൻ പറഞ്ഞാൽ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യാം? ഈ റിവേഴ്സ് ഓസ്മോസിസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഡീസാലിനേഷൻ ഓഫ് സീ വാട്ടർ, കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പിനെ നീക്കം ചെയ്യാൻ, സാൾട്ടിനെ ഒഴിവാക്കാനും നമുക്ക് ഏത് യൂസ് ചെയ്യാം? റിവേഴ്സ് ഓസ്മോസിസ് യൂസ് ചെയ്യാം. ഇപ്പോൾ റിവേഴ്സ് ഓസ്മോസിസ് യൂസ് ചെയ്യുന്ന സ്ഥലമാണ് വെള്ളം പ്യൂരിഫിക്കേഷനും അതുപോലെ തന്നെ ഡീസാലിനേഷൻ ഓഫ് സീ വാട്ടർ, കടൽ വെള്ളത്തിൽ നിന്ന് സോൾട്ടിനെ റിമൂവ് ചെയ്യാനും നമുക്ക് ആരെ യൂസ് ചെയ്യാടാ? റിവേഴ്സ് ഓസ്മോസിസ് യൂസ് ചെയ്യാം. ഓക്കെ, യെസ്. അത് കഴിഞ്ഞാൽ വാട്ട് ആർ ഐസോട്ടോണിക് സൊല്യൂഷൻ? എടാ, എന്താ ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? സൊല്യൂഷൻസ് ഹാവിങ് സെയിം ഓസ്മോട്ടിക് പ്രഷർ, സെയിം പൈ എന്ന് പറഞ്ഞാൽ ഒരേ ഓസ്മോട്ടിക് പ്രഷർ ഉള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കുക. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ ബ്ലഡ്, പൈ ഓഫ് ബ്ലഡ്, ബ്ലഡിൻ്റെ ഓസ്മോട്ടിക് പ്രഷറും അതുപോലെ തന്നെ പൈ ഓഫ് 0.9% NaClൻ്റെ ഓസ്മോട്ടിക് പ്രഷറും സെയിം ആണ്. ബ്ലഡിൻ്റെ ഓസ്മോട്ടിക് പ്രഷറും 0.9% NaClൻ്റെ ഓസ്മോട്ടിക് പ്രഷറും സെയിം ആണ്. അതുകൊണ്ട് ഈ രണ്ട് സൊല്യൂഷൻസും ആരാണ്? ഐസോട്ടോണിക് ആണ്. ഓക്കെ, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ വാൻ ഡെ ഹോഫ് ഫാക്ടർ ഐ. വാൻ ഡെ ഹോഫ് ഫാക്ടർ ഐ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും ഫോർ ഡിസോസിയേഷൻ ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ടിൻ്റെ ഡിസോസിയേഷനുമായി ബന്ധപ്പെട്ട വാൻ ഡെ ഹോഫ് ഫാക്ടർ ഐ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പം NaCl ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ Na+ കിട്ടും, Cl- കിട്ടും. KCl ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ K+ കിട്ടും, Cl- കിട്ടും. K2SO4 ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ 2K+ SO4 2- കിട്ടും. AlNO3 ത്രൈസ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ Al3+ 3NO3- കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെയൊക്കെ വാൻ ഡെ ഹോഫ് ഫാക്ടർ ഐ ആണ് കണ്ടെത്തേണ്ടത്. ഐ കണ്ടെത്താനുള്ള ട്രിക്ക് ഇത്രയേ ഉള്ളൂ. ആഫ്റ്റർ ഡിസോസിയേഷൻ ഡിവൈഡഡ് ബൈ ബിഫോർ ഡിസോസിയേഷൻ. ആഫ്റ്റർ എത്ര ആൾക്കാരുണ്ട്? ബൈ ബിഫോർ. ആഫ്റ്റർ എത്ര ഉണ്ടടാ? ഒരു Na ഒരു Cl 2 ബൈ ബിഫോർ ഒരൊറ്റ NaCl, ദാറ്റ് ഈസ് 1 2. KCl ഒരു K ഒരു Cl, ദാറ്റ് ഈസ് 2 ബൈ ബിഫോർ ഒരു KCl, ദാറ്റ് ഈസ് 1 2. ഇവിടെ 2ഉം 1ഉം 3 3 ബൈ 1 3. ഇവിടെ നോക്കാം, 1 3 4 ബൈ ആദ്യം AlNO3 ത്രൈസ് ഒറ്റ ആളല്ലേ, 4 ബൈ 1, ആൻസർ 4. ഓക്കെ, ഈ രീതിയിൽ വേണം നിങ്ങൾ വാൻ ഡെ ഹോഫ് ഫാക്ടർ ഐ കാൽക്കുലേറ്റ് ചെയ്യാൻ. അതായത് ആഫ്റ്റർ ഡിസോസിയേഷൻ എത്ര പാർട്ടിക്കിൾ ഉണ്ട് ഡിവൈഡഡ് ബൈ ബിഫോർ ഡിസോസിയേഷനുള്ള പാർട്ടിക്കിൾസ് ചെയ്താൽ വാൻ ഡെ ഹോഫ് ഫാക്ടർ
ആയി കിട്ടും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മക്കൾ ഏത് ചാപ്റ്ററിൽ നോട്ട് ചെയ്ത് വെക്കേണ്ടത്, സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. ഓക്കെ, ഇനി മക്കളെ നിങ്ങളോട് പറയാനുള്ളത്, ഇനിയും ഏതെങ്കിലും മക്കൾ പഠിച്ച് തുടങ്ങിയിട്ടില്ല, സാർ ഞങ്ങൾക്ക് +2 ബേസ് ഒന്നുമില്ല, ഒരു ടെൻഷനും വേണ്ടടാ. നമ്മുടെ +2 ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട് മക്കളെ. അപ്പം നിങ്ങൾക്ക് A+ ഷുവറാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാച്ചിനുള്ളത്. വെറും 4799 മക്കൾക്ക് ഓണം ഓഫറിൽ ഇപ്പോൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഉണ്ടാവും. മക്കൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. മക്കളെ നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസും December 31 കൂടി തീർത്ത് തരും. നിങ്ങൾക്ക് അതിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അൺലിമിറ്റഡ് ആയ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടായിരിക്കും. ഡൗട്ട് ക്ലിയറൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചോദിക്കാം. മക്കളെ ഇനി ആർക്കെങ്കിലും നീറ്റ്, JEE, CUET പോലുള്ള എൻട്രൻസ് എക്സാം കൂടി വേണമെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് അതും പോസിബിൾ ആണ്. അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 ബാച്ചുകൾ നിങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ട് ഫാസ്റ്റ് ട്രാക്കിൽ തന്നെ. അപ്പോൾ നിങ്ങൾ ഏത് ബാച്ചാണോ മക്കൾ ഇഷ്ടപ്പെടുന്നത് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് മക്കളെ യാതൊരു ടെൻഷനും വേണ്ട, എഡ്യൂപോർട്ട് നിങ്ങളെ കൂടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ മാക്സിമം നിങ്ങൾ ഇപ്പം തന്നെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് അതിൽ ജോയിൻ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, +2 ഓണം എക്സാം ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലും നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ ലഭ്യമാണ്. ആപ്പിൽ ഇങ്ങനെ കാണാൻ പറ്റും ഓണം എക്സാം എന്നുള്ള ഒരു ലിങ്ക് അല്ലെങ്കിൽ ഒരു പിക്ചർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓണം എക്സാമിനുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയലും ഫ്രീ ആയിട്ട് അവിടെ നമ്മുടെ എഡ്യൂപോർട്ടിൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് അതും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറക്കരുത്, സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിലുണ്ടാവണം. ഓക്കെ, യെസ്. അടുത്തത് ഇലക്ട്രോ കെമിസ്ട്രിയിൽ ആദ്യം ചോദിക്കാറുള്ളത് എന്താണ് ഗാൽവാനിക് സെല്ല്. ആരാ ഗാൽവാനിക് സെല്ല് മക്കളെ? കെമിക്കൽ എനർജിയെ നോക്കണേ, കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന, കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന സെല്ലാണ് ഗാൽവാനിക് സെല്ല്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാനിയൽ സെല്ല്. അതിനു മുമ്പ് ഒരു ഡാനിയൽ സെല്ലിൻ്റെ റിയാക്ഷൻ അറിയണം. Zn + Cu2+ gives Zn2+ Cu. ഇതാണ് ഒരു ഡാനിയൽ സെല്ലിൻ്റെ റിയാക്ഷൻ. ഇതിനെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക അറിയോ? ആദ്യം ആനോഡ് റെപ്രസെൻ്റ് ചെയ്യുക, Zn ബാർ. Zn ആരായിട്ട് മാറുക ചെയ്യുക? Zn2+. ആദ്യം ആനോഡിനെ റെപ്രസെൻ്റ് ചെയ്തു. പിന്നെ നടുവിൽ 2 ലൈൻ ഇങ്ങനെ വരയ്ക്കുക. ഈ 2 ലൈൻ ഉദ്ദേശിക്കുന്നത് സാൾട്ട് ബ്രിഡ്ജിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. അടുത്തത് കാഥോഡിൻ്റെ റെപ്രസെൻറ്റേഷൻ. അവിടെ എന്താ സംഭവിക്കുന്നത്? Cu2+ ബാർ ആര്? Cu. ഓക്കെ, ഇതാണ് നമ്മുടെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. മറന്നു കളയരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു ചോദ്യമാണ് ഡിസ്ക്രൈബ് എബൌട്ട് ഷീ എന്നുള്ളത്. ആരാണ് ഷീ എന്ന് ചോദിക്കാറുണ്ട്. ഷീ ആരാണെന്ന് ചോദിച്ചാൽ മക്കളെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡാ. അതെങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക, ഷീ എങ്ങനെ ഉണ്ടാക്കുക? ഷീ ഉണ്ടാക്കൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു പ്ലാറ്റിനത്തിൻ്റെ ഇലക്ട്രോഡ് 1 മോളാർ H+ അയോണുള്ള സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യാം. 1 മോളാർ H+ അയോണുള്ള സൊല്യൂഷനിൽ പ്ലാറ്റിനത്തിൻ്റെ ഇലക്ട്രോഡിനെ ഡിപ്പ് ചെയ്യാം. എന്നിട്ട് ആ പ്ലാറ്റിനത്തിൻ്റെ ഇലക്ട്രോഡിനിലൂടെ നിങ്ങൾ ആരെ കടത്തി വിടുക അറിയോ? ഹൈഡ്രജൻ ഗ്യാസ്. 1 ബാർ പ്രഷറും 298 കെൽവിൻ ടെമ്പറേച്ചറും. 1 ബാർ പ്രഷറും 298 കെൽവിൻ ടെമ്പറേച്ചറും വെച്ചിട്ട് ആ പ്ലാറ്റിനം ഇലക്ട്രോഡിലൂടെ മക്കൾ ആരെ കടത്തി വിടാം? ഹൈഡ്രജൻ ഗ്യാസ് കടത്തി വിട്ടാൽ ഷീ ആയി. ഓക്കെ, ഇനി ഷീന് ആനോഡായിട്ടും ആക്ട് ചെയ്യാം, അതുപോലെ തന്നെ കാഥോഡായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻസ് ഒന്ന് എഴുതണം. ആനോഡായിട്ട് ആക്ട് ചെയ്യുന്ന ഷീയുടെ റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ മക്കളൊന്ന് പഠിച്ചോ. ഹൈഡ്രജൻ ഗ്യാസ് 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് H+ ആയിട്ട് മാറും. ബാലൻസ് ചെയ്യാൻ ഇവിടെ ½ H2, കാരണം ഇവിടെ ഒരു H, ഇവിടെ 2 H. ഇത് തിരിച്ചിട്ടാൽ കാഥോഡായി. H++ 1 ഇലക്ട്രോൺ ഗീവ്സ് ½ H2. കണ്ട, അതായത് ആനോഡിലെ റിയാക്ഷന് തിരിച്ചിട്ടാൽ കാഥോഡിലെ റിയാക്ഷനായി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മക്കൾ ഷീനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. ഷീയുടെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 വോൾട്ടാണ്. ഷീൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്ര വോൾട്ടാണ്? 0 വോൾട്ടാണ്.
ഓക്കെ, അപ്പോൾ അത് മക്കൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇനി എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി? എന്താ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് 1 മോൾ ഇലക്ട്രോലൈറ്റ്. 1 മോൾ ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്ടിവിറ്റിയെ വിളിക്കുന്ന പേരാണ് മോളാർ കണ്ടക്ടിവിറ്റി. ഇറ്റ് ഈസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് 1 മോൾ ഇലക്ട്രോലൈറ്റ് ആണ്. ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ദ മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ ഫോർ സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. എടാ 2 ഇലക്ട്രോലൈറ്റിൻ്റെ ഗ്രാഫ് നിങ്ങളോട് ഇവിടുന്ന് വരക്കാൻ പറയും. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെയും പിന്നെ ഏത് ഇലക്ട്രോലൈറ്റിൻ്റെയും ഗ്രാഫാ? വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെയും ഗ്രാഫ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ഗ്രാഫ് നിങ്ങൾ വരക്കുന്ന സമയത്ത് എക്സ് ആക്സിസിൽ √c, ഇവിടെയും അങ്ങനെ തന്നെ എക്സ് ആക്സിസിൽ √c, വൈ ആക്സിസിൽ ഇവിടെ λm, ഇവിടെയും വൈ ആക്സിസിൽ λm. ഇനി സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഗ്രാഫ് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഗ്രാഫ് ഒരു കേവ് ആയിരിക്കും. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഗ്രാഫ് ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഗ്രാഫ് ഒരു കേവ് ആയിരിക്കും. ഇതാണ് 2 ഗ്രാഫ്. കോൺസെൻട്രേഷനും അതുപോലെ തന്നെ മോളാർ കണ്ടക്ടിവിറ്റി λm തമ്മിലുള്ള 2 ഗ്രാഫ് മക്കളോട് വരക്കാൻ പറഞ്ഞാൽ സ്ട്രോങ്ങിനും വീക്കിനും സെപ്പറേറ്റ് ആയിട്ട് മക്കൾ എന്ത് വരക്കണം? ഗ്രാഫ് വരക്കണം. ഓക്കെ, ഇനി മക്കളെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കടാം. ഡാനിയൽ സെല്ലിനെ കുറിച്ചൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ആനോഡും കാഥോഡും ഏതാണെന്ന് പറയണം. ഡാനിയൽ സെല്ലിൻ്റെ ആനോഡ് സിങ്ക് ആണ്, കാഥോഡ് കോപ്പർ ആണ്. ഡാനിയൽ സെല്ലിൻ്റെ ആനോഡ് സിങ്ക് ആണ്, കാഥോഡ് കോപ്പർ ആണ്. ഡാനിയൽ സെല്ലിൻ്റെ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ കാണാമെന്നറിയോ? ഡാനിയൽ സെല്ലിൻ്റെ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി കാണാൻ പറഞ്ഞാൽ ΔG0 ഈസ് ഈക്വൽ ടു -NfE0 സെൽ. ഒരു ഇക്വേഷൻ മക്കൾ കാണാതെ പഠിക്കണേ. ഡാനിയൽ സെല്ലിൻ്റെ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി കാണാൻ പറഞ്ഞാൽ -NfE0 സെൽ എന്നുള്ള ഇക്വേഷൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. എങ്ങനെയാടാ ആ ഇക്വേഷൻ വെച്ച് നിങ്ങൾ ഡാനിയൽ സെല്ലിൻ്റെ ഗിബ്സ് എനർജി കാണുക? ഒരു ഡാനിയൽ സെല്ലിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 2 ആണ്, ദാറ്റ് ഈസ് -2. എഫിൻ്റെ വാല്യൂ പഠിച്ചോ, അത് 96,500 ആണ്. ഇൻറ്റു E0 സെൽ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ. ഡാനിയൽ സെല്ലിൻ്റെ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ 1.1 ആണ്. ഇത് അപ്ലൈ ചെയ്താൽ മക്കൾക്ക് -212,300 ജൂൾ പെർ മോൾ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. റൈറ്റ് ദ നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ എബവ് സെൽ. എബവ് സെൽ എന്ന് പറഞ്ഞാൽ ഡാനിയൽ സെല്ല്. ഡാനിയൽ സെല്ലിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ മക്കൾ ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചോ. ഇ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591/2 ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ്. മക്കളെ നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഈ ഇക്വേഷൻ പഠിക്കണം. ഇ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591/2 ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് ബൈ Cu2 പ്ലസ്. മറന്നു കളയരുത്, ദിസ് ഈസ് ദ നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെല്ല്. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. സ്റ്റേറ്റ് കോൾഡ്-റാഷസ് ലോ ഫോർ ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ ഓഫ് അയോൺ. എന്താ കോൾഡ്-റാഷസ് ലോ മക്കളെ? സാറ് പറയുന്നതായിട്ട് കേട്ടോ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ ഇലക്ട്രോലൈറ്റ് ഈസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് ആനയോൺ ആൻഡ് കാറ്റയോൺ. എന്താ പറഞ്ഞത്? എടാ ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അതിനെ മക്കൾ λm0 എന്നാ റെപ്രസെൻ്റ് ചെയ്യുക. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്തെന്നാ റെപ്രസെൻ്റ് ചെയ്യുക? λm0. ആ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടെത്തണമെങ്കിൽ ആ ഇലക്ട്രോലൈറ്റിലുള്ള പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിൽ ആഡ് ആക്കിയാൽ മതി. അതായത് ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ആ ഇലക്ട്രോലൈറ്റിലുള്ള
കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് തമ്മിൽ ആഡ് ചെയ്താൽ മതി എന്ന് പറയുന്ന റൂളാണ് കോൾഡ്രാഷസ് ലോ. അത് വെച്ചൊരു പ്രോബ്ലം മക്കളോട് ചോദിക്കും. നോക്കടാ, നിങ്ങളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് λm0, ഇത് വായിക്കുക, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന CH3COOHൻ്റെ അസറ്റിക് ആസിഡിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 3 ആൾക്കാരെ തന്നിട്ടുണ്ട്. ഇതിൽ ആരൊക്കെ ഉണ്ട്? CH3COO ഉണ്ട്, H ഉണ്ട് അല്ലേ? CH3COO എനിക്ക് ഇതിൽ നിന്നല്ലേ കിട്ടുക, ഞാനത് എടുക്കുകയാണ്. λm0 ഓഫ് CH3COONA, ഇതിൽ നിന്ന് എനിക്ക് കിട്ടുക CH3COO പ്ലസ് ഇനി ഇത് കിട്ടി, ഇനി എച്ചും കൂടി കിട്ടണ്ടേ? എച്ച് എവിടുന്നാ കിട്ടുക? HCl ഉണ്ട്, ദാറ്റ് ഈസ് λm0 ഓഫ് HCl. ഇതിൽ നിന്ന് എനിക്ക് എച്ച് മതി. അപ്പോൾ ഇതിൽ നിന്ന് CH3COOയും ഇതിൽ നിന്ന് എച്ചും വേണം. ഇവിടെ Na അധികമാണ്, അത് വേണ്ട. Clഉം അധികമാണ്, അതും വേണ്ട. അപ്പോൾ ബാക്കി മൈനസ് ആരെ കുറക്കണം? Naയും Clഉം കൂടുതലാണ്, അത് രണ്ടും വേണ്ട. മൈനസ് λm0 ഓഫ് NaCl. കണ്ടോ? CH3COONAൻ്റെ വാല്യൂ എത്രയാടാ? ദാറ്റ് ഈസ് 90 പ്ലസ് HClൻ്റെ വാല്യൂ എത്രയാണ്? 430 മൈനസ് NaClൻ്റെ വാല്യൂ 136. ഇത് ചെയ്താൽ മക്കൾക്ക് λm0 ഓഫ് CH3COOH കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടോ, വേണ്ട ആൾക്കാരെ മാത്രം എടുക്കുക, വേണ്ടാത്ത ആൾക്കാരെ മൈനസ് ചെയ്യുക. അക്കോർഡിംഗ് ടു ഏത് ലോയാണ്? കോൾഡ്രാഷസ് ലോ. ഓക്കെ, യെസ്. ഇനി ഫാരഡേസ് ലോ. ഫാരഡേസ് ലോ എന്ന് പറയുന്നത് എന്താ പറയുന്നതെന്ന് അറിയോ? കേട്ടോ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, നോക്കണേ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഫാരഡേൻ്റെ ഫസ്റ്റ് ലോയാണ് മക്കളോട് ചോദിക്കുക, സെക്കൻഡ് ലോ അത്ര ചോദിക്കാറില്ല, ഫസ്റ്റ് ലോ ആണ് ചോദിക്കാറ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എം ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ക്യൂ. അതായത് ഒരു ഇലക്ട്രോഡിൻ്റെ മുകളിൽ, ഇപ്പോൾ ഇതൊരു ഇലക്ട്രോഡാണ്, ഇതിൻ്റെ മുകളിൽ എത്ര എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യും എന്നുള്ളത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നിങ്ങൾ കടത്തിവിടുന്ന ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. നിങ്ങൾ കടത്തിവിടുന്ന ഇലക്ട്രിസിറ്റിയുടെ ക്വാണ്ടിറ്റിക്ക് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് എത്ര എമൗണ്ട് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അതാണ് നിങ്ങളുടെ ഫാരഡേൻ്റെ ഫസ്റ്റ് ലോ. ഓക്കെ, ഇനി ആനോഡ് കാഥോഡ് റിയാക്ഷൻ ഓഫ് H2O2 ഫ്യൂവൽ സെല്ല്. H2O2 ഫ്യൂവൽ സെല്ലിൻ്റെ ആനോഡ് കാഥോഡ് റിയാക്ഷൻ. മക്കളെ, ഈ ടോപ്പിക്കൊക്കെ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൻ്റെ ആനോഡ് കാഥോഡ് റിയാക്ഷൻ ഒന്ന് കാണാതെ പഠിക്കണം. പ്ലസ് അതിൻ്റെ ഓവറോൾ റിയാക്ഷൻ. എന്താ ഓവറോൾ റിയാക്ഷൻ? 2H2 പ്ലസ് O2 ഗീവ്സ് 2H2O. അപ്പോൾ നിങ്ങൾ ഈ 3 റിയാക്ഷനും ഒരു പേപ്പറിൽ എഴുതി പഠിക്കുക എന്നുള്ളതാണ്. സാർ ഇത് ജസ്റ്റ് ഒന്ന് പറയുന്ന മാത്രമേ ഉള്ളൂ, നിങ്ങൾ എഴുതി പഠിക്കേണ്ടതാ. ഓക്കെ, അപ്പോൾ ഈ 3 റിയാക്ഷൻ ഒരു പേപ്പറിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി പഠിക്കുക. രണ്ടാമത്തെ കാര്യം ചോദിച്ചിട്ട് നോക്കാം, റൈറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യൂവൽ സെൽ. ഒന്ന്, അയാൾ മോർ എഫിഷ്യൻ്റ് ആണ്. ഫ്യൂവൽ സെല്ല് ബാക്കിയുള്ള സെല്ലുകളെക്കാളും മോർ എഫിഷ്യൻ്റ് ആണ്. 2, എക്കോ ഫ്രണ്ട്ലി ആണ്, അയാൾ പൊല്യൂഷനൊന്നും ക്രിയേറ്റ് ചെയ്യാറില്ല. പിന്നെ വർക്ക് കണ്ടിന്യൂസ്ലി, അത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും, അതിന് യാതൊരുവിധ സ്റ്റോപ്പും വരില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. മോർ എഫിഷ്യൻ്റ് ആണ്, എക്കോ ഫ്രണ്ട്ലി ആണ്, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ റിയാക്റ്റൻ്റ് കൊടുക്കുന്ന കാലത്തോളം ഫ്യൂവൽ സെല്ല് വർക്ക് ചെയ്യും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന്, കൊറോഷൻ എന്താണ്? എന്താ കൊറോഷൻ? ഒരു മെറ്റല് അറ്റ്മോസ്ഫിയറിലുള്ള എയറും വാട്ടർ വേപ്പറുമായിട്ടൊക്കെ റിയാക്ട് ചെയ്തിട്ട് ആ മെറ്റൽ നശിക്കുക, ആ പരിപാടിനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുക? കൊറോഷൻ. ഇനി ഏതെങ്കിലും 2 മെത്തേഡ് കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ. കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ, ഒന്ന് പെയിൻറ്റ്, 2 വാർണിഷ്, പിന്നെ ഗാൽവനൈസേഷൻ. ഇതൊക്കെ കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡുകളാണ്. പെയിൻറ്റിങ്, വാർണിഷിങ്, ഗാൽവനൈസേഷൻ ഒക്കെ കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ്. മറന്നു കളയരുത്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇനി റസ്റ്റിംഗ് ഓഫ് അയേണിലുള്ള റിയാക്ഷൻസ് എഴുതാൻ. അയേണ് ഇരുമ്പ് തുരുമ്പാവുമ്പോഴുള്ള
റിയാക്ഷൻസ്. അതാണ് ഞാൻ ഈ കൊടുത്തിട്ടുള്ളത്. ഓക്സിഡേഷൻ, റിഡക്ഷൻ, അറ്റ്മോസ്ഫറിക് ഓക്സിഡേഷൻ. ഞാൻ വീണ്ടും പറയാണ്, ഈ റിയാക്ഷൻ ഒന്നും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങളൊരു പെന്നും പേപ്പറും എടുത്തിട്ട് ഒന്ന് കണ്ടിട്ട് ഒന്ന് എഴുതിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും എന്താണ് റിയാക്ഷൻസ് എന്നുള്ളത്. അപ്പോൾ ഇതും ഫ്യൂവൽ സെല്ലിൻ്റെ റിയാക്ഷനൊക്കെ മക്കൾ ചെയ്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ, യെസ്. അടുത്ത ചാപ്റ്ററാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ, കെമിക്കൽ കൈനറ്റിക്സ്. ഈ ചാപ്റ്ററിൽ മക്കൾ ആദ്യം പഠിക്കേണ്ട കാര്യം, റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏതെങ്കിലും 2 ഫാക്ടേഴ്സ് പറയാൻ. ഇഷ്ടംപോലെ ഉണ്ട്. ഒന്ന് ഞാൻ പറയാണ്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. ഒന്നാമത്തെ ഫാക്ടറാണ് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. രണ്ടാമത്തെ ഫാക്ടർ ടെമ്പറേച്ചർ. രണ്ടാമത്തെ ഫാക്ടറാണ് ടെമ്പറേച്ചർ. മൂന്നാമത്തെ ഫാക്ടർ കാറ്റലിസ്റ്റ്. അപ്പോൾ ഒരു 3 ഫാക്ടർ ഒന്ന് പഠിച്ചു വെക്കുക. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്, ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ്. ഈ 3 ഫാക്ടറാണ് ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. എടാ, ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള 2 ഡിഫറൻസ് എഴുതാൻ പറഞ്ഞാൽ ഈസി ആയിട്ട് എഴുതിക്കൂടെ? ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ഓർഡർ എക്സ്പെരിമെൻ്റലി മാത്രം കിട്ടുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. പക്ഷേ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഇനി ഓർഡറിൻ്റെ വാല്യൂ 0യും ആകാം, ഫ്രാക്ഷനുമാകാം. ഓർഡറിൻ്റെ വാല്യൂ 0യും ആകാം, ഫ്രാക്ഷനുമാകാം. പക്ഷെ മോളിക്കുലാരിറ്റിയുടെ വാല്യൂ കനോട്ട് ബി 0 ഓർ ഫ്രാക്ഷണൽ. ഓർഡറിൻ്റെ വാല്യൂ 0യും ഫ്രാക്ഷനുമാകാം, പക്ഷെ മോളിക്കുലാരിറ്റീൻ്റെ വാല്യൂ 0യും ഫ്രാക്ഷനുമാകരുത്. 2 ഡിഫറൻസ്. ഓക്കെ, യെസ്. അടുത്തത്, ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, A+B ഗീവ്സ് C+D. ആ റിയാക്ഷൻ്റെ റേറ്റ് ഇക്വേഷനും തന്നിട്ടുണ്ട്. റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A⁵3/2 ഇൻറ്റു B⁴1/2. ഇതിൻ്റെ ഓവറോൾ ഓർഡറും മോളിക്കുലാരിറ്റിയും കാണണം. എടാ, ഒരു ക്വസ്റ്റ്യനിൽ മക്കളോട് ഓർഡർ കാണാൻ പറഞ്ഞാൽ, ഓർഡർ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയോ? ഇതിലുള്ള റേറ്റ് ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ റേറ്റ് ഇക്വേഷൻ, അതിലുള്ള പവറുകൾ തമ്മിൽ ആഡ് ആക്കുക. പവറുകൾ എത്രയാ? 3/2 + 1/2, ദാറ്റ് ഈസ് 4/2. പവറുകൾ തമ്മിൽ ആഡ് ആക്കുക എന്ന് പറഞ്ഞാൽ 3/2 1/2 കൂടി കൂട്ടുക, അതാണ് 4/2. ആൻസർ 2. ഓക്കെ, ഇനി മോളിക്കുലാരിറ്റി കാണാൻ പറഞ്ഞാൽ, മോളിക്കുലാരിറ്റിയാണ് കാണാൻ പറഞ്ഞതെങ്കിൽ ഓർഡർ കാണാൻ പറഞ്ഞാൽ പവർ തമ്മിൽ കൂട്ടുക. മോളിക്കുലാരിറ്റി കാണാൻ പറഞ്ഞാൽ റിയാക്ഷനിലുള്ള റിയാക്റ്റൻറ്റ്, ഇത് പ്രോഡക്റ്റ് അല്ലേ, റിയാക്റ്റൻ്റ് അല്ലേ എയും ബിയും, അവരുടെ ഫ്രണ്ടിലുള്ള നമ്പർ കൂട്ടുക. ഇവിടെ ഒരു എ ഒരു ബി, 1 + 1, ദാറ്റ് ഈസ് 1 + 1 2. ഓക്കെ, അപ്പോൾ ഓർഡർ കാണാൻ പറഞ്ഞാൽ പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുക. മോളിക്കുലാരിറ്റി കാണാൻ പറഞ്ഞാൽ റിയാക്റ്റൻറ്റിൻ്റെ ഫ്രണ്ടിലുള്ള നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുക. ഓക്കെ, റെഡി? യെസ്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് കാണാനൊരു ഇക്വേഷൻ ഉണ്ട്. mol⁻⁻n L⁻n−1 സെക്കൻഡ് ഇൻവേഴ്സ്. mol⁻⁻1 1 - n L⁻n−1 സെക്കൻഡ് ഇൻവേഴ്സ്. ഇത് ഫസ്റ്റ് ഓർഡറിൻ്റെ ചോദിച്ചിട്ടുള്ളത്, എന്നിന് 1 കൊടുക്കാം, ദാറ്റ് ഈസ് mol⁻⁻1 L⁻⁻1 സെക്കൻഡ് ഇൻവേഴ്സ്. ബാക്കി ആര് മാത്രമേ ഉണ്ടാവുക? സെക്കൻഡ് ഇൻവേഴ്സ് മാത്രം ബാക്കി. ഇതിലേതാ യൂണിറ്റ്? സെക്കൻഡ് ഇൻവേഴ്സ്. ഇനി 0 ഓർഡർ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്നിൻ്റെ സ്ഥാനത്ത് 0, സെക്കൻഡ് ഓർഡർ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്നിൻ്റെ സ്ഥാനത്ത് 2, അങ്ങനെ മാറ്റി കൊടുത്താൽ ആൻസറായി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ? എന്താ ഹാഫ് ലൈഫ്? T⁄2 എന്ന് പറഞ്ഞാൽ എന്താടാ? ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ടു റെഡ്യൂസ് ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇൻ ടു ഇറ്റ്സ് ഹാഫ്. അതായത് റിയാക്റ്റൻറ്റിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ
പകുതിയാകാൻ എടുക്കുന്ന, ഹാഫ് ആവാൻ എടുക്കുന്ന ടൈമിനെ വിളിക്കുന്ന പേരാണ് ഹാഫ് ലൈഫ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് ഫൗണ്ട് ടു ഹാവ് റേറ്റ് കോൺസ്റ്റന്റ് കെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഹാഫ് ലൈഫ്. ഫസ്റ്റ് ഓർഡറിൻ്റെ ഹാഫ് ലൈഫ് ടി ഹാഫ് കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, 0.693/k. പഠിക്കണേ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് കാണാനുള്ള ഇക്വേഷൻ ആണ് ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693/k. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.693 ബൈ റേറ്റ് കോൺസ്റ്റന്റ് കെൻ്റെ വാല്യൂ 5.5 ഇൻറ്റു 10⁻⁻14. ഇത് ചെയ്താൽ മക്കൾക്ക് ഹാഫ് ലൈഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ സെക്കൻഡിലാണ് കിട്ടുക. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാലും ടൈം തന്നെയല്ലേ, യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് കാണാനുള്ള ഇക്വേഷൻ ആണ് 0.693/k എന്നുള്ളത്. ഇനി വാട്ട് ഈസ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? എന്താണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? ദ റിയാക്ഷൻ വിച്ച് അപ്പിയർ ടു ഫോളോ ഹയർ ഓർഡർ ബട്ട് ആക്ച്വലി ഫോളോസ് ഫസ്റ്റ് ഓർഡർ. എടാ, ഒരു റിയാക്ഷൻ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും അത് ഹയർ ഓർഡർ ആണ് ഫോളോ ചെയ്യാന്ന്. നന്നായിട്ട് ഞാൻ പറഞ്ഞ കേൾക്കണേ. ഒരു റിയാക്ഷൻ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ആ റിയാക്ഷൻ വലിയ ഓർഡർ ഇക്കാരം ഫോളോ ചെയ്യാന്ന്. പക്ഷേ ശരിക്കും ആ റിയാക്ഷൻ്റെ ഓർഡർ 1 ആയിരിക്കും. കാണുമ്പോൾ വിചാരിക്കും ഓർഡർ 2 ആണോ 3 ആണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ ശരിക്കും ഓർഡർ 1 ആണ്. ആ ടൈപ്പ് റിയാക്ഷനെയാണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കുക. അതിൻ്റെ എക്സാമ്പിളാണ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ. എസ്റ്ററിലോട്ട് വെള്ളം ആഡ് ചെയ്യുന്ന റിയാക്ഷൻ. ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ഒരു സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എക്സാമ്പിളാണ്. ഓക്കെ, യെസ്. വാട്ട് ഈസ് അറീനിയസ് ഇക്വേഷൻ? റൈറ്റ് അറീനിയസ് ഇക്വേഷൻ. എന്താണ് അറീനിയസ് ഇക്വേഷൻ? കെ ഈസ് ഈക്വൽ ടു, കാണാതെ പഠിച്ചോ, AE⁻⁻RT. പഠിച്ചോ, കെ ഈസ് ഈക്വൽ ടു AE⁻⁻RT. ഓരോ ടേമും എന്ന് പറഞ്ഞാൽ കെൻ്റെ പേരാണ് റേറ്റ് കോൺസ്റ്റൻറ്റ്. കെൻ്റെ പേര് റേറ്റ് കോൺസ്റ്റൻറ്റ്. ക്യാപിറ്റൽ ലെറ്റർ എ ആണ് അറീനിയസ് പാരാമീറ്റർ. ക്യാപിറ്റൽ ലെറ്റർ എൻ്റെ പേര് അറീനിയസ് പാരാമീറ്റർ. ഇനി EA ഇതിൻ്റെ പേര് ആക്ടിവേഷൻ എനർജി. EA എന്ന് പറഞ്ഞാൽ അത് ആക്ടിവേഷൻ എനർജിയാണ്. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ആറിൻ്റെ പേരെന്താ? ആറിൻ്റെ പേര് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ടി എന്ന് പറഞ്ഞാൽ അത് ടെമ്പറേച്ചറാണ്. ഓക്കെ, ഇതാണ് അറീനിയസ് ഇക്വേഷൻ. അതിൻ്റെ ഓരോ ടേംസും ഇക്വേഷൻ എഴുതി അതിൻ്റെ ടേമുകൾ ആരാണ് എന്നും കൂടി ഒന്ന് എഴുതി വെച്ചാൽ അത് വളരെ നല്ല കാര്യമാണ്. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ ദ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് കാറ്റലിസ്റ്റ് ഓൺ റേറ്റ് ഓഫ് റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ എങ്ങനെയാണ് ടെമ്പറേച്ചറും കാറ്റലിസ്റ്റും എഫക്റ്റ് ചെയ്യാന്ന്? മക്കളെ, ആദ്യം സാറ് ടെമ്പറേച്ചറിനെ കുറിച്ചൊന്ന് പറയാം. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കൂടുന്നറിയോ? എഫക്റ്റീവ് കൊളീഷൻ കൂടും. റിയാക്റ്റൻറ്റുകൾക്കിടയിലുള്ള എഫക്റ്റീവ് കൊളീഷൻ കൂടും. നോക്കണേ, നിങ്ങളൊരു റിയാക്ഷൻ്റെ ടെമ്പറേച്ചർ കൂട്ടിയാലേ റിയാക്റ്റൻറ്റുകൾക്കിടയിലുള്ള എഫക്റ്റീവ് കൊളീഷൻ കൂടും. അങ്ങനെ എഫക്റ്റീവ് കൊളീഷൻ കൂടുകയാണെങ്കിൽ പെട്ടെന്ന് റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആവും. എഫക്റ്റീവ് കൊളീഷൻ കൂടുമ്പോഴേ റിയാക്റ്റൻ്റ് മക്കളെ പെട്ടെന്ന് പ്രോഡക്റ്റ് ആവൂട. പെട്ടെന്ന് പ്രോഡക്റ്റ് ആവുക പറഞ്ഞാൽ റിയാക്ഷൻ്റെ എന്തും കൂടും, റേറ്റും കൂടും. റിയാക്ഷൻ്റെ എന്തും കൂടും, റേറ്റ് കൂടും. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റിയാക്ഷൻ്റെ റേറ്റ് കൂടുകയാണ് ചെയ്യുക. എങ്ങനെ കൂടുക? എഫക്റ്റീവ് കൊളീഷൻ കൂടിയിട്ട്. ഇനി കാറ്റലിസ്റ്റ് ആഡ് ചെയ്താൽ, നിങ്ങളൊരു റിയാക്ഷനിലോട്ട് കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള EA എന്ന് പറഞ്ഞാൽ ആരാ? ആക്ടിവേഷൻ എനർജി. ഞാനിപ്പോൾ പഠിപ്പിച്ചു. EA എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ എനർജിയാണ്. ആ ആക്ടിവേഷൻ എനർജി കുറഞ്ഞിട്ട് റിയാക്ഷൻ്റെ റേറ്റ് കൂടും. പഠിച്ചു വെക്കേണ്ടത് എന്താണെന്നറിയോ? എങ്ങനെ ടെമ്പറേച്ചർ റേറ്റ് കൂട്ടുന്നു, കാറ്റലിസ്റ്റും എങ്ങനെ റേറ്റ് കൂട്ടുന്നു. എങ്ങനെ ടെമ്പറേച്ചർ കൂട്ടുന്നത്? ടെമ്പറേച്ചർ കൂട്ടിയാൽ റിയാക്റ്റൻറ്റുകൾക്കിടയിലുള്ള എഫക്റ്റീവ് കൊളീഷൻ കൂടും. അപ്പോൾ ഒരു റിയാക്ഷൻ്റെ റേറ്റും കൂടും. ഇനി
കാറ്റലിസ്റ്റ് ആഡ് ചെയ്താൽ അവിടെയുള്ള ആക്ടിവേഷൻ എനർജി കുറയും. ആ സമയത്ത് ഒരു റിയാക്ഷൻ്റെ റേറ്റ് കൂടും. ഓക്കെ, യെസ്, ഇത്രയും കാര്യങ്ങളാണ് മക്കൾ തേർഡ് ചാപ്റ്ററായ കെമിക്കൽ കൈനറ്റിക്സിൽ പഠിച്ചു വെക്കേണ്ടത്. അപ്പം നമ്മൾ 3 ചാപ്റ്റർ പഠിച്ച്: സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്. ഇനി 4ാമത്തെ ചാപ്റ്റർ, ദാറ്റ് ഈസ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. മക്കൾ ഇതിൽ പഠിക്കേണ്ടതാണ് എക്സ്പ്ലെയിൻ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ആൻഡ് ഇറ്റ് കോസസ് ആൻഡ് കോൺസിക്വൻസസ്. എന്താ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ? റെഗുലർ ഡിക്രീസ് ഇൻ സൈസ് ഓഫ് ലാന്തനോയിഡ്സ്. അതായത് നിങ്ങളൊരു ലാന്തനോയിഡിൻ്റെ സീരീസ് എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇങ്ങനെ പോണ സമയത്ത് ലാന്തനോയിഡുകളുടെ സൈസ് ഇങ്ങനെ കുറയും. ആ കുറയുന്ന പരിപാടിയാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ, ചുരുങ്ങുക. ഓക്കെ, ഇനി അതിൻ്റെ റീസൺ മക്കളോട് ചോദിച്ചാൽ, ലാന്തനോയിഡ് കോൺട്രാക്ഷൻ്റെ റീസൺ എന്താന്ന് ചോദിച്ചാൽ, പുവർ ഷീൽഡിങ് എഫക്റ്റ് ഓഫ്, നോക്കണേ, പുവർ ഷീൽഡിങ് എഫക്റ്റ് ഓഫ് 4f ഓർബിറ്റൽ. 4f ഓർബിറ്റലിൻ്റെ പുവർ ഷീൽഡിങ് എഫക്റ്റ് ആണ് അതിന് കാരണം. ഇനി അതിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണ്? ഈ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ്റെ കോൺസിക്വൻസസ് എന്ന് ചോദിച്ചാൽ, ഒന്ന് 4D ആൻഡ് 5D സീരീസ്. 4D സീരീസും 5D സീരീസും ഉണ്ടല്ലോ, ഹാവ് സിമിലർ സൈസ്. 4D സീരീസ് എലമെൻസിനും 5D സീരീസ് എലമെൻസിൻ്റെയും സൈസ് സെയിം ആയിരിക്കും. 2, ഐസൊലേഷൻ ഓഫ് ലാന്തനോയിഡ്സ്. ലാന്തനോയിഡുകളുടെ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ. ലാന്തനോയിഡുകളുടെ സെപ്പറേഷൻ ഈസ് ഡിഫിക്കൾട്ട്. ലാന്തനോയിഡുകളുടെ സെപ്പറേഷൻ എന്താണ്? ഡിഫിക്കൾട്ടാണ്. ഇനി വേണമെങ്കിൽ ഒന്നും കൂടി പറയാം. ലന്താനം ഹൈഡ്രോക്സൈഡ്, LaOH ത്രൈസ് എന്ന് പറഞ്ഞാൽ ലന്താനം ഹൈഡ്രോക്സൈഡ് ഈസ് മോർ ബേസിക് ദാൻ ലുട്ടീഷ്യം ഹൈഡ്രോക്സൈഡ്. ലന്താനം ഹൈഡ്രോക്സൈഡ് ലുട്ടീഷ്യം ഹൈഡ്രോക്സൈഡിനേക്കാളും മോർ ബേസിക് ആണ് എന്നുള്ളത് ആരുടെ റീസൺ ആണ് മക്കളെ? ഈ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ്റെ കോൺസിക്വൻസസ് ആണ് എന്നുള്ളത് മറന്നു കളയരുത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ട്രാൻസിഷൻ മെറ്റൽസ് കളർ തരും. എന്തുകൊണ്ട് കളർ തരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ മെറ്റൽസ് കളർ തരുന്നത്? ട്രാൻസിഷൻ മെറ്റൽസിൽ DD ട്രാൻസിഷൻ നടക്കും. DD ട്രാൻസിഷൻ നടക്കാനുള്ള കാരണം അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് ആണ്. ഒന്ന് നോക്കടാ, ട്രാൻസിഷൻ എലമെൻസിൽ DD ട്രാൻസിഷൻ നടക്കും. അതിനുള്ള കാരണം അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ പ്രസൻ്റ് ആണ്. ഒന്ന് നോക്കി വെച്ചേ. ഓക്കെ അല്ലേ? അപ്പോൾ DD ട്രാൻസിഷൻ നടക്കും ട്രാൻസിഷൻ എലമെൻസിൽ, അതുകൊണ്ടാണ് അവർ കളർ കാണിക്കുന്നത്. ഓക്കെ, ഇനി മാഗ്നറ്റിക് മൊമെന്റ് കാണണം ഓഫ് ഡൈവാലന്റ് അയോൺ ഇൻ അക്വസ് സൊല്യൂഷൻ ഓഫ് അറ്റോമിക് നമ്പർ 25. അറ്റോമിക് നമ്പർ 25 ആണ് ഒരാളത്. അതിൻ്റെ ഡൈവാലന്റ് അയോൺ, അതായത് അറ്റോമിക് നമ്പർ 25 ആകുമ്പോൾ എങ്ങനെ കോൺഫിഗറേഷൻ വരിക? ആർഗൺ എന്ന് എഴുതും. ഇപ്പോൾ 18 ആർഗൺ 18. ബാക്കി 3D ഉണ്ട്, 4s ഉണ്ട്. 4sൽ 2, 3Dയിൽ 5 അല്ലേ? ഇപ്പോൾ എത്ര എണ്ണമായി? 25 എണ്ണമായി. പക്ഷെ ഡൈവാലൻ്റ് എന്ന് പറഞ്ഞാൽ 2+. ഇയാൾ 2 ഇലക്ട്രോണെ വിട്ടുകൊടുക്കണം. ഇപ്പോൾ 4s ഇല്ല, ആര് മാത്രമേ ഉള്ളൂ? 3D. 3D വരക്കുമ്പോൾ എങ്ങനെ വരക്കുക? 3D വരക്കുമ്പോൾ 1, 2, 3, 4, 5 ബോക്സ് വരച്ചു. അതിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. 1, 2, 3, 4, 5. അതായത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ 5 ആണ്. N 5 ആണെന്ന് പറഞ്ഞാൽ അൺപെയർഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം 5 എണ്ണമാണ്. ഇനി അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് മ്യൂ കാണാൻ പറയും. മ്യൂ കാണാനാ ചോദിക്കുക. മാഗ്നറ്റിക് മൊമെൻറ്റ് മ്യൂ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് N ഇൻറ്റു N+2. റൂട്ട് ഓഫ് N ഇൻറ്റു N+2, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് N 5 ഇൻറ്റു 5 + 2, ദാറ്റ് ഈസ് റൂട്ട് 35. ആൻസർ ഏകദേശം 5.9
BM ഫുൾ ഫോം ആണ് ബോർ മാഗ്നറ്റോൺ. അപ്പോൾ ഏകദേശം 5.9 ബോർ മാഗ്നറ്റോൺ. ഈ ഇക്വേഷൻ ഒന്ന് മനസ്സിലുണ്ടാവണേ. μ ഈസ് ഈക്വൽ ടു √n × n+2. ഓക്കെ, യെസ്. അത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ടതാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ പ്രിപ്പറേഷൻ ഫ്രം ക്രോമൈറ്റ് ഓറിൽ നിന്ന്. എടാ അതിൽ 3 സ്റ്റെപ്പ് ഉണ്ട്. ഇത് നിങ്ങൾ നേരത്തെ ഞാൻ ബാറ്ററി ഫ്യൂവൽ സെല്ലൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇതും റിയാക്ഷൻസ് എഴുതി പഠിക്കേണ്ട ഒരു ഏരിയ. പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ എടുക്കേണ്ട ആള് ക്രോമൈറ്റ് ഓർ. ആദ്യം എടുക്കേണ്ട ആളാരാ? ക്രോമൈറ്റ് ഓർ. ആ ക്രോമൈറ്റ് ഓറിനെ ഞാൻ ആദ്യം സോഡിയം ക്രോമേറ്റ് ആക്കി മാറ്റും. ക്രോമൈറ്റ് ഓറിനെ ഞാൻ ആദ്യം ആരാക്കി മാറ്റും? സോഡിയം ക്രോമേറ്റ് ആക്കി മാറ്റും. പിന്നീട് ഞാൻ ആ സോഡിയം ക്രോമേറ്റിനെ സോഡിയം ഡൈക്രോമേറ്റ് ആക്കി മാറ്റും. ആ സോഡിയം ക്രോമേറ്റിനെ എന്താക്കി മാറ്റൂടാ? സോഡിയം ഡൈക്രോമേറ്റ് ആക്കി മാറ്റും. പിന്നീട് ഞാൻ ഈ സോഡിയം ഡൈക്രോമേറ്റ് ഉണ്ടല്ലോ, അയാളെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആക്കി മാറ്റും. ഇങ്ങനെ 3 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ തന്നെ പഠിക്കേണ്ടതാണ് KMnO4 ഉണ്ടാക്കുന്നത്. ആരാ KMnO4? പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അത് ഞാൻ ഉണ്ടാക്കുക ആദ്യം പൈറോലുസൈറ്റ് ഓർ. അതാണ് MnO2, പേര് പൈറോലുസൈറ്റ് ഓർ. അയാളെ ഞാൻ K2MnO4 ആക്കും. ആരാ K2MnO4? പൊട്ടാസ്യം മാംഗനേറ്റ് ആക്കി മാറ്റും. പിന്നീട് ഞാൻ ആ പൊട്ടാസ്യം മാംഗനേറ്റ് ഇവിടെ എടുത്തു, എന്നിട്ട് അതിനെ ഞാൻ KMnO4. ആരാ KMnO4? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആക്കി മാറ്റും. ഓക്കെ, അപ്പോൾ ഈ KMnO4 പ്രിപ്പറേഷനും K2Cr2O7 പ്രിപ്പറേഷനും മക്കൾ എഴുതി ഒരു പേപ്പറിൽ പഠിക്കണം. നേരത്തെ ഞാൻ സെല്ല് പഠിപ്പിച്ച പോലെ തന്നെ ഇത് എനിക്കല്ല റോള്, മക്കൾ എഴുതി പഠിക്കേണ്ട ടോപ്പിക്കാണ് രണ്ടെണ്ണം. ഓക്കെ, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. K2Cr2O7 3 സ്റ്റെപ്പ് ഉണ്ട്, KMnO4 2 സ്റ്റെപ്പ്. ഓക്കെ, ഇനി ഡൈക്രോമേറ്റിൻ്റെ സ്ട്രക്ചർ വരക്കാൻ ഡൈക്രോമേറ്റിൻ്റെ ഫോർമുല എന്താണെന്നറിയോ? Cr2O7 2-. ഇതാണ് ഡൈക്രോമേറ്റ് അയോണിൻ്റെ ഫോർമുല. ഡൈക്രോമേറ്റ് അയോണിൻ്റെ ഫോർമുല എന്താ? Cr2O7 2-. ഇതിൻ്റെ സ്ട്രക്ചർ വരക്കാൻ പറഞ്ഞാൽ 2 ക്രോമിയം Cr2, 7 ഓക്സിജൻ വരണം. അപ്പോൾ ഒരു ക്രോമിയത്തിൻ്റെ കൂടെ 3 ഓക്സിജൻ, അടുത്ത ക്രോമിയത്തിൻ്റെ കൂടെയും 3 ഓക്സിജൻ. ഇനി ഈ 2 ക്രോമിയവും കണക്ട് ചെയ്യുന്നത് 1 ഓക്സിജൻ വെച്ച്. ഇതിൻ്റെ ടോട്ടൽ ചാർജ് 2-. ഓക്കെ, Cr2O7 2-ൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ഇനി മക്കളെ എന്താണ് അലോയ്? ഏതെങ്കിലും അലോയ് എന്ന് പറഞ്ഞാൽ എന്താ? അലോയ് ഈസ് എ ഹോമോജീനിയസ് സോളിഡ് സൊല്യൂഷനാണ്. ഒരു സോളിഡിൻ്റെ സൊല്യൂഷനാണ് അലോയ്, ഇൻ വിച്ച് അറ്റ്ലീസ്റ്റ് 1 എലമെൻറ്റ് ഈസ് മെറ്റൽ. ഒരു എലമെൻ്റെങ്കിലും മെറ്റലായിട്ടുള്ള ഒരു സോളിഡിൻ്റെ സൊല്യൂഷനാണ് അലോയ് എന്ന് പറയുന്നത്. ലാന്തനൈഡിൻ്റെ ഒരു അലോയിൻ്റെ പേര് പറഞ്ഞാൽ അത് മിഷ് മെറ്റൽ. പഠിച്ചോട്ടാ, ലാന്തനൈഡിൻ്റെ ഒരു അലോയുടെ പേര് ചോദിച്ചാൽ ആരാണ്? മിഷ് മെറ്റലാണ്. ഇനി അതിൻ്റെ ഒരു യൂസ്, മിഷ് മെറ്റൽ നിങ്ങൾ ബുള്ളറ്റ് ഉണ്ടാക്കാൻ, ഷീൽഡ് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യും. ബുള്ളറ്റും ഷീൽഡൊക്കെ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ യൂസ് ചെയ്യുക മിഷ് മെറ്റലാണ്. ഈ മിഷ് മെറ്റൽ ആരൊക്കെ ഉണ്ട് എന്നറിയോ? ഒന്ന് പഠിച്ചോ. 95% ലാന്തനൈഡ്, 95% ലാന്തനൈഡ്, 5% അയോൺ. 95% ലാന്തനോയിഡ്, 5% ഇരുമ്പ്, ബാക്കി ട്രേസസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സൾഫർ, കാർബൺ, കാൽഷ്യം, അലൂമിനിയം എക്സെട്ര. ഓക്കെ, സൾഫർ, കാൽഷ്യം, കാർബണൊക്കെ വളരെ കുറച്ചുള്ളൂ. 95% ലാന്തനൈഡാണ്, 5% ഇരുമ്പ്, വളരെ കുറച്ച് ഞാൻ ആ പറഞ്ഞ എലമെൻറ്റ്സ്. ഓക്കെ,
ക്ലിയർ അല്ലടാ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് D&F ബ്ലോക്ക് എലമെൻസിൽ നിന്ന് ചോദിക്കുക. മക്കളെ, ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്ത മക്കൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഉണ്ട്. നിങ്ങൾക്ക് ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് പബ്ലിക് എക്സാം വരെ നിങ്ങളുടെ കൂടെ ഞങ്ങൾ മെൻറ്റർഷിപ്പായിട്ടും അതുപോലെ തന്നെ വാട്സപ്പ് ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ നമ്മുടെ എജുപോർട്ട് ആപ്പിൻ്റെ മാത്രം പ്രത്യേകതയാണ്. നിങ്ങൾക്ക് സാർമാരോട് ടീച്ചർമാരോട് നേരിട്ട് ഡൗട്ട് ക്ലിയറൻസ് നടത്താൻ പറ്റും. അപ്പോൾ മക്കളെ, നിങ്ങൾ മാക്സിമം ആ ബാച്ചിൽ ഒന്ന് ജോയിൻ ചെയ്യണം. ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ നിങ്ങൾ മാക്സിമം ജോയിൻ ചെയ്യൂ. ഇനിയും ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഞാനിപ്പോൾ 4 ചാപ്റ്റർ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു. സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ് ആൻഡ് D&F ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ അത്യാവശ്യം നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഓണം എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം തന്നെ മക്കൾ സെറ്റാക്കിയിട്ട് അടിപൊളിയായിട്ട് പഠിച്ചോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ മക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇനിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇപ്പം തന്നെ ഓണം എക്സാമിന് അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ചു.